ബിഗ് ബോസ് മലയാളം സീസൺ 6 ആഴ്ചകൾ പിന്നിടുകയാണ്. 2 ആഴ്ചകൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ. ബോഡി ബിൽഡറും ബിസിനസ് ഇൻഫെക്ടറുമായ ജിൻഡോ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടായ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവാക്കി മാറ്റുക. ആദ്യ നാളുകളിൽ അനാവശ്യമായ വഴക്കുകളുടെയും മോശപദപ്രയോഗങ്ങളുടെയും പേരിൽ ജിൻഡോയ്ക്ക് സഹതാരങ്ങളിൽ നിന്നും ബിഗ് ബോസിൽ നിന്നുമെല്ലാം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ രണ്ടാമത്തെ ആഴ്ചകളിലേക്ക് കടന്നപ്പോൾ അതെല്ലാം മാറി മറിയുന്നതാണ് കണ്ടത്. തന്നെ മണ്ടനെന്ന് വിളിച്ചവരുടെയും വായ അടപ്പിക്കുന്ന ജിൻഡോയാണ് രണ്ടാമത്തെ ആഴ്ച കണ്ടത്. തന്നെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ ജിൻഡോ തനിക്ക് വേണ്ടി കൈയടിപ്പിച്ച് റമീസിനും നിഷാനയും അടങ്ങുന്ന ജിൻഡോയുടെ ടണൽ ടീം അടുത്ത ആഴ്ചയിൽ പവർ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ചാലഞ്ചുകളിലും ഒന്നാമതെത്തിയാണ് ജിൻഡോ പവർ ടീം നേരിടാൻ യോഗ്യത നേടി. പവർ റൂമിലേക്കുള്ള എൻട്രിക്കായുള്ള മത്സരത്തിൽ ജിൻഡോ കൈക്കരുത്തിൻ്റെ ബലത്തിലാണ് ടണൽ ടീം വിജയിച്ചത്. ഇതോടെ പവർ ടീമിലേക്ക് അംഗമാകാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞവർക്കെല്ലാം ജിൻഡോ മറുപടി നൽകിയിരിക്കുകയാണ്. താൻ മണ്ടനെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എന്ന് ടാക്സിൽ വിജയിച്ച ശേഷം ജിൻഡോ ചോദിച്ചത്. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ താരങ്ങളെ കാണാനെത്തിയിരുന്നു. ജിൻഡോയുടെ കണ്ണാടിക്ക് മുമ്പിലുള്ള അഭിനയവും നൃത്ത പരിശീലനവും ഗെയിമിലുണ്ടായ മാറ്റവുമൊക്കെ മോഹൻലാൽ അഭിനന്ദിച്ചിരുന്നു. ഇതിനിടെ ജിൻഡോയെ നൃത്തം പഠിപ്പിച്ച് അവതരിപ്പിക്കാൻ മോഹൻലാൽ ആവശ്യപ്പെടുകയായിരുന്നു. ജിൻഡോയുടെ നൃത്താധ്യാപികയായി അപ്സരയും നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് പുതിയ പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ജിൻഡോയും അപ്സരയും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തത്തിൻ്റെ പ്രൊമോ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ വേഷവിധാനങ്ങളോടെയാണ് ജിൻഡോയും അപ്സരയും എത്തിയിരിക്കുന്നത്. ഇവരുടെയും നൃത്ത അത്ഭുതത്തോടെ കാത്തിരിക്കുന്ന താരങ്ങളുടെയും മോഹൻലാലിനെയും വീഡിയോയിൽ കാണാം.